കഥനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥനത്തിൽ ഇന്ന് പി സുധാകരന്റെ അനുശാസനങ്ങൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു കഥ. ഒരു പ്രാവു വളർത്തുകാരൻ. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുന്നിലെ ചെറിയ വാടക വീട്ടിലായിരുന്നു അയാളുടെ താമസം. എന്നും എനിക്കും സുജയ്ക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സമസ്യയായിരുന്നു അയാൾ വളർത്തുന്ന പ്രാവുകളും. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പിൻഭാഗം മുഴുവനും നഗ്നമായ കടൽക്കരയാണ്. കടലിൻ്റെ നീണ്ടു ജ്വലിക്കുന്ന കടൽപ്പരപ്പാണ്. കടൽക്കാക്കകൾ വട്ടമിടുന്ന കടലിൻ്റെ മുകളിലുള്ള ആകാശത്തിലേക്ക് നോക്കി പലപ്പോഴും ഞങ്ങൾ ദുഃഖിച്ചിരിക്കാറുണ്ട്. ഫ്ലാറ്റിൻ്റെ മുൻവശം മെറ്റലിടാത്ത റോഡാണ്. ഏതെങ്കിലും വാഹനങ്ങൾ കടന്നുപോയാൽ പുക പോലെ പറക്കുന്ന മൺപൊടി കാണാം. ഫ്ലാറ്റിൻ്റെ മുൻവശത്തെ ചെടികളുടെ ഇലകൾക്ക് ചുവന്ന നിറം കിട്ടിയത് മൺപൊടികളുടെ ഔദാര്യം കൊണ്ടാണ്. എല്ലാ ദിവസവും രാവിലെ ഉണർന്നാൽ ഉടനെ ഞാൻ മുൻവശത്തെ വാതിൽപ്പടിയിൽ നിന്ന് പ്രാവ് വളർത്തുകാരൻ തൻ്റെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നത് നോക്കിയിരിക്കും. ചിലപ്പോൾ ചിറകുകൾ ഒതുക്കി ഇണയുടെ ശരീരത്തിലുരുമ്മി പ്രാവുകൾ തീറ്റകൾ ഒന്നൊന്നായി കൊത്തിത്തിന്നുന്നത് നോക്കി ഞാൻ ചാരുകസേരയിൽ ഇരിക്കാറുണ്ട്. സുജയ്ക്കും പ്രാവുകളെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ കൈകൾ കോർത്തു പിടിച്ച് സായാഹ്നത്തിൽ പ്രാവ് വളർത്തുകാരൻ പ്രാവുകളെ ഉയരങ്ങളിലേക്ക് പറക്കാൻ വിടുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ട്. 5 പ്രാവുകളായിരുന്നു അയാൾക്ക് ആകെയുണ്ടായിരുന്ന സമ്പാദ്യം. 2 ആൺപ്രാവുകളും 2 പെൺപ്രാവുകളും ഒരു പ്രാവിൻ കുഞ്ഞും. പ്രാവ് വളർത്തുകാരൻ ഒരു 45-കാരനാണ്. അയാൾക്ക് നീണ്ട മുടിയും ശൂന്യത തിരണ്ട ചെമ്പൻ കണ്ണുകളും ഉണ്ടായിരുന്നു. അയാളെ കാണുമ്പോഴെല്ലാം പ്രാവുകളുടെ കണ്ണുകൾ പോലെയാണതെന്ന് എനിക്ക് തോന്നാറുണ്ട്. സുജ ഇക്കാര്യം പറഞ്ഞ് എപ്പോഴും എന്നെ കളിയാക്കും. ഞാനും സുജയും ഒരു ദിവസം കടൽക്കരയിലൂടെ നടക്കുമ്പോൾ പ്രാവുകളുടെ തീറ്റയുമായി അയാൾ വരികയായിരുന്നു. അടുത്തെത്തിയപ്പോൾ ഞങ്ങൾ അയാളെ നോക്കി പരിചയഭാവത്തിൽ ചിരിച്ചു. പക്ഷേ തിരികെ ഒരു പുഞ്ചിരി പോലും മടക്കാതെയാണ് അയാൾ കടന്നുപോയത്. അയാൾ വലിയ ചതുരങ്ങളുള്ള അയഞ്ഞ കുപ്പായവും ലുങ്കിയും ധരിച്ചിരുന്നു. ഞാൻ തിരിഞ്ഞ് സുജയുടെ മുഖത്ത് നോക്കി. അവളുടെ മുഖം ചുവന്നിരുന്നു. അവൾക്ക് ദേഷ്യം വന്നിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അയാളുടെ പ്രാവ് വളർത്തുകാരൻ്റെ അരസികതയാവാം അതിന് കാരണമെന്ന് ഞാൻ ഊഹിച്ചു. അടുത്ത ദിവസം സുജ ആരെയോ ഉച്ചത്തിൽ ചീത്ത വിളിക്കുന്നത് കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. അയയിൽ ഉണക്കാനിട്ട സാരിയിൽ എന്തോ കാഷ്ടിച്ചു വെച്ചിരിക്കുന്നു. അവളുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിട്ടാകണം താഴെ നിന്നും അയാൾ ഞങ്ങളെ ശ്രദ്ധിച്ചത്. ക്രൂരതയുടേതോ കൗതുകത്തിൻ്റേതോ ആയ വല്ലാത്തൊരു ചിരി ആ മുഖത്ത് പരന്നിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ അയാളുമായി പരിചയത്തിലായത്. പിന്നീട് ഒഴിവു ദിവസങ്ങളിലെല്ലാം അയാൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പുറംനിലത്തിരുന്ന് പലതരം കാര്യങ്ങളും ചർച്ച ചെയ്യുക പതിവായി. അങ്ങനെ ഇരിക്കെയാണ് ഒരു വെയിലാറിയ സായാഹ്നത്തിൽ അയാൾ ഞങ്ങളോട് 5 രൂപ വാങ്ങിക്കൊണ്ടുപോയത്. പ്രാവുകൾക്ക് തീറ്റ മേടിക്കാനായിരുന്നു. പിന്നെ പലപ്പോഴും ഇത് ആവർത്തിച്ചു. രാത്രിയുടെ നീണ്ട നിശ്വാസമുണരുമ്പോൾ കടൽക്കാറ്റിൻ്റെ തണുത്ത ചിറകിനുള്ളിൽ ഒരു സുരതാലസ്യത്തിൽ മയങ്ങുമ്പോൾ പ്രാവുകളുടെ കൊക്കുകൾ ഉരുമിയുള്ള കുറുകൾ കേട്ട് ഞങ്ങൾ മുഖാഭിമുഖം നോക്കി അടക്കിച്ചിരിച്ചു. പിന്നീടൊരു ദിവസം സായാഹ്നത്തിൽ കടൽക്കരയിലെ മണലിലിരുന്ന് അയാൾ ഉച്ചത്തിൽ കരയുന്ന ശബ്ദം കേട്ടു. ഞങ്ങൾ അയാൾക്കരികിൽ ഓടിച്ചെന്നു. അയാളുടെ ചെറിയ പ്രാവിൻ കുഞ്ഞ് കടൽക്കാക്കകളുടെ കൊത്തേറ്റ് പിടഞ്ഞു ചത്തിരുന്നു. അതിൻ്റെ അവശേഷിച്ച ഇളം തൂവലുകൾ അവിടെവിടെയായി പാറിക്കിടന്നിരുന്നു. ഞങ്ങൾക്ക് നേരിയ വിഷമം തോന്നി. പിറ്റേന്ന് വീണ്ടും അയാളുടെ തൊഴിലിൽ വ്യാപൃതനായിരിക്കുന്നത് കണ്ട് ഞങ്ങൾ വീണ്ടും സന്തോഷിച്ചു. കഴിഞ്ഞതെല്ലാം മറക്കാനുള്ള ശ്രമത്തിലായിരുന്നു അയാൾ. ബാക്കിയുള്ള 4 പ്രാവുകൾക്കും തീറ്റ കൊടുക്കുന്നതിൽ ശ്രദ്ധാലുവായി അയാൾ. തങ്ങളിൽ ഒരാളുടെ കുറവ് പ്രാവുകളുടെ മുഖത്ത് വരുത്തിയ മ്ലാനത ഞങ്ങൾ മനസ്സിലാക്കി. അയാൾ തല ഉയർത്തി ഞങ്ങളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിന്നീട് കുറേ ദിവസങ്ങൾ ഞങ്ങൾ ടൂറിലായിരുന്നു. പല സ്ഥലങ്ങളിലും കറങ്ങി ഒരു സായാഹ്നത്തിലായിരുന്നു ഞങ്ങൾ തിരിച്ചെത്തിയത്. അപ്പോഴേക്കും അയാളുടെ 2 പ്രാവുകൾ കൂടി ചത്തുപോയിരുന്നു.
ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട ഫ്ലാറ്റിലെ അമൃത ചാറ്റർജി എന്ന പെൺകുട്ടിയായിരുന്നു ആ കഥ സുജയോട് പറഞ്ഞത്. അന്നും അയാൾ എന്നത്തെയും പോലെ പ്രാവുകളെ കടൽക്കരയിൽ പറക്കാനായി വിട്ടിരുന്നു. പ്രാവുകൾ പറന്നു രസിച്ച് അടുത്തുണ്ടായിരുന്ന തെങ്ങോലയുടെ തുമ്പിൽ ഊഞ്ഞാലാടി കളിച്ചു. അപ്പോഴാണ് കാറ്റുകൊള്ളാനായി വന്ന ഒരു ശിക്കാരി ഒന്നിനെ വെടിവെച്ച് വീഴ്ത്തിയത്. അയാൾ, പ്രാവ് വളർത്തുകാരൻ, കരച്ചിലോടെ ശിക്കാരിയെ പിന്തുടർന്നു. പക്ഷേ ശിക്കാരി അത് ശ്രദ്ധിക്കാതെ പ്രാവിനെയും തൂക്കി ജീപ്പിൽ കയറി ഓടിച്ചുപോയി. ചത്തുപോയ പ്രാവിൻ്റെ ഇണ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ജീപ്പിന് ചുറ്റും പറന്നു. പിന്നീട് എങ്ങോ അപ്രത്യക്ഷമായി. ഒരിക്കലും തിരിച്ചു വന്നില്ല. അന്നു രാത്രി ഞങ്ങൾക്കുറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പ്രാവുകളുടെ ദുരന്തത്തെ ഓർത്ത് സുജ നിശബ്ദയായി. ഞാനും മൗനത്തിലായിരുന്നു. ഇരുട്ടിൻ്റെ പർദ്ദയണിഞ്ഞ രാത്രിയിൽ തണുപ്പിൽ ഞങ്ങൾ പ്രാവുകളെ ഓർത്ത് വീണ്ടും വിഷാദിച്ചു. പിറ്റേന്നു രാവിലെ ഉണർന്നപ്പോൾ ഞാൻ ധൃതിയിൽ പുറത്തെ വാതിൽപ്പടിയിൽ നിന്നും താഴേക്ക് നോക്കി. താഴെ ഒരു ഭ്രാന്തൻ്റെ മട്ടിൽ തൻ്റെ അവശേഷിച്ച 2 പ്രാവുകൾക്കുമായി അയാൾ തീറ്റ കൊടുക്കുന്നു. പതിവ് പോലെ കണ്ടെങ്കിലും അയാൾ ഞങ്ങളെ ഗൗനിച്ചില്ല. 2 പ്രാവുകളും തുല്യ ദുഃഖിതരായിരുന്നു. അവയുടെ നോട്ടത്തിലെ മ്ലാനഭാവം ഞങ്ങൾക്ക് മനസ്സിലായി. ചുവന്ന മൺപൊടി നിറഞ്ഞ അയാളുടെ വിചിത്ര വേഷത്തിലേക്ക് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നു. കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഒരു വൈകുന്നേരം ഞാനും സുജയും കടൽക്കരയിൽ കൈകോർത്ത് നടക്കുമ്പോൾ, കാറ്റുകൊള്ളുമ്പോൾ അകലെ നിന്നും അയാൾ ഓടി വരികയായിരുന്നു. "കുഞ്ഞുങ്ങളെ, പോകല്ലേ!" അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ മുകളിലേക്ക് നോക്കിയത്. ഞങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ കടൽക്കാക്കകൾ വട്ടം ചുറ്റുന്ന ആകാശത്തിലൂടെ സംസാരിക്കാൻ കഴിയാത്ത പക്ഷികൾ പറന്നു പോകുന്നു. എങ്ങനെ അയാളെ സാന്ത്വനിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് വശമുണ്ടായിരുന്നില്ല. എന്തെല്ലാമോ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ അത് ശ്രദ്ധിക്കാതെ വിദൂരതയിലേക്ക് നോക്കി ധ്യാനത്തിലിരിക്കുകയാണ് ചെയ്തത്. അന്ന് ഇരുട്ടിൻ്റെ പർദ്ദയിൽ ഒളിഞ്ഞിരിക്കുന്ന രാത്രിയുടെ തണുത്ത കാറ്റിൽ മയങ്ങവേ ഇനി ഒരിക്കലും കേൾക്കാനാകാത്ത പ്രാവുകളുടെ പ്രേമപൂർവമായ കുറുകലിനെക്കുറിച്ചോർത്ത് ഞങ്ങൾ ദുഃഖിച്ചുകൊണ്ടേയിരുന്നു.